CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ സമഗ്രമായ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് ചണ്ഡീഗഡിൽ പാർട്ടി കോൺഗ്രസിന് തുടക്കമാവുകയാണ്. രാവിലെ നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുക. സുരാപുരം സുധാകർ റെഡ്ഡി നഗറിൽ തിങ്കളാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ CPI ML ഫോർവേഡ് ബ്ലോക്ക് RSP ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം CPI പാർട്ടി കോൺഗ്രസിന്റെ സമഗ്രമായ വിവരങ്ങൾ. വിഷ്ണു, ഗുഡ് മോർണിംഗ്. CPI പാർട്ടി കോൺഗ്രസിന് തുടക്കമാകുമ്പോൾ വലിയ ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകർ. പൊതുസമ്മേളനത്തിനു കൂടിയാണ് പാർട്ടി കോൺഗ്രസ് തുടങ്ങുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയൊക്കെ നേതാക്കൾ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സമഗ്രമായ വിവരങ്ങൾ എന്താണ് പഞ്ചാബിൽ നിന്ന്? ഗുഡ് മോർണിംഗ് മനു. നമ്മളിപ്പോഴുള്ളത് ചണ്ഡീഗഡിലെ ഈ സമ്മേളന നഗരിയിലാണ്. ഇവിടെ പാർട്ടി സമ്മേളനത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ കാനം രാജേന്ദ്രൻ്റെ പേരിലാണ് ഇതിൻ്റെ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനം രാജേന്ദ്രൻ കവാടമാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുധാകർ റെഡ്ഡിയുടെ പേരിലാണ് സമ്മേളന ഹാളിന് ആ പേരാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുക. ഇവിടെ നിന്നും ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് മാറിയുള്ള പഞ്ചാബ് മണ്ഡി ബോർഡിൻ്റെ മൈതാനിയിലാണ് പൊതുസമ്മേളനം നടക്കുക. അത് രാവിലെ 11 മണിയോടുകൂടി റാലിയും പൊതുസമ്മേളനവും നടക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെയോടുകൂടി പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇത്തരത്തിൽ എല്ലാ ഇടത് പാർട്ടി നേതാക്കളൊക്കെ എത്തുകയും ചെയ്യും. ഇപ്പോൾ ആനിരാജ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഏകദേശം എല്ലാ പ്രതിനിധികളും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഏകദേശം 800 പ്രതിനിധികളാണ്, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 800 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇവരൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ രാവിലെ 11 മണിയോടുകൂടിയാണ് പൊതുസമ്മേളനം നടക്കുക. അതിനുശേഷം നാളെ പ്രതിനിധി സമ്മേളനം തുടങ്ങും. അതിൻ്റെ ഉദ്ഘാടനത്തിന് മറ്റ് ഇടത് പാർട്ടി നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് ഇത്തവണ പാർട്ടി കോൺഗ്രസ് സമാപനം 25-നാണ്, വ്യാഴാഴ്ചയാണ് പാർട്ടി സമ്മേളനം സമാപിക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും എന്നതാണ്. കാരണം D രാജ ഇത്തവണ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമോ എന്ന ഒരു ചോദ്യം ഇതിനോടൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. 2019-ലാണ് D രാജ CPI ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ D രാജ മാറുകയാണെങ്കിൽ ആര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും? ഒരു വനിതാ ജനറൽ സെക്രട്ടറി ആകുമോ എന്നൊരു ആകാംക്ഷ ഇത്തവണത്തെ CPI 25ാം പാർട്ടി കോൺഗ്രസിനുണ്ട്. അതിൽ സജീവമായി പരിഗണിക്കപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത് അമർജിത് കൗറിൻ്റെയാണ്. അപ്പോൾ അമർജിത് കൗർ ഇത്തരത്തിൽ CPIയുടെ ഒരു വനിതാ ജനറൽ സെക്രട്ടറി വരുമോ എന്നത് വലിയൊരു ആകാംക്ഷ നടത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് മനു. ശരി, ഏതായാലും ആ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടും. ഏതായാലും ആ പാർട്ടി കോൺഗ്രസിൽ CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വിവരങ്ങളാണ് വിഷ്ണു ചണ്ഡീഗഡിൽ നിന്ന് തത്സമയം നമുക്ക് നൽകിയത്.